ശരി, അർജുൻ കല്യാട് കൂടിയുണ്ട്. അർജുൻ, ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസാണ്? CPM പ്രതിരോധത്തിലായ വിഷയം കൂടിയാണ്, പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട വിഷയമായി വന്ന സംഭവം കൂടിയാണ്. തീർച്ചയായിട്ടും സ്മൃതി, അതായത് കാസർഗോഡ് പെരിയയിലുള്ള അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട CPM നേതാക്കളിൽ പലരും പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസ് തന്നെയാണ്. രാഷ്ട്രീയപരമായ CPMനെ വലിയ രീതിയിൽ വേട്ടയാടിയ ഒരു കൊലപാതക കേസാണ് പെരിയയിലെ ഇരട്ട കൊലപാതക കേസ്. അതിലാണ് ഇപ്പോൾ വിധി പറയാൻ വേണ്ടി കോടതി CBI കോടതി ഈ മാറ്റിവെച്ചിട്ടുള്ളത്. CPIഎമ്മിൻ്റെ മുൻ MLAയും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള K മണികണ്ഠൻ, മുൻ പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി തുടങ്ങിയിട്ടുള്ള 24 പേരാണ് പ്രതിപ്പെട്ടിട്ടുള്ളത്. പ്രതിപ്പട്ടിയിലുള്ള 24 പേർക്കും CPIഎമ്മിൻ്റെ ബന്ധം ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായി ഗൂഢാലോചന നടത്തി തന്നെയാണ് ഈ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. ആദ്യഘട്ടത്തിൽ ഉന്നത നേതാക്കൾക്കാർക്കും ഈ കൊലപാതകത്തിൽ പങ്കില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ CPM നേതാക്കൾ മുന്നോട്ട് വെച്ചു എങ്കിൽ കൂടിയും പിന്നീട് ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ പോലീസ് പ്രതി ചേർക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കേസിൻ്റെ അന്വേഷണം നടത്തിയത് ലോക്കൽ പോലീസായിരുന്നു. ലോക്കൽ പോലീസിൻ്റെ ഒരു അന്വേഷണ സംഘമാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയത്. എന്നാൽ പിന്നീട് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങളും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിക്കുകയും അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു CBI കോടതിയിലേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ തുടർ നിയമ പോരാട്ടത്തിലേക്കുമൊക്കെ ഈ കാര്യങ്ങൾ വഴിമാറുന്നത്. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ള കാര്യം ആദ്യഘട്ടം മുതൽ തന്നെ ഈ കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുമെല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നാൽ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPMനെ വലിയ രീതിയിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സാഹചര്യമായി മാറുന്നതും ഈ കൊലപാതക കേസാണ്. അതായത് ഈ CPMന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം ആയിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുന്നു. അതിന് തൊട്ടു മുൻപാണ് ഈ കൊലപാതകം നടക്കുകയും ചെയ്തത്. അങ്ങനെ രാഷ്ട്രീയപരമായി CPMനെ വലിയ പ്രതിരോധത്തിലാക്കിയല്ല. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം തന്നെ CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ CPMന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ശരി, അർജുൻ കല്യാട്, 2019 ഫെബ്രുവരി 17-നാണ് ഈ സംഭവം ഉണ്ടായത്. ബൈക്കിൽ പോകുമ്പോഴാണ് അക്രമികൾ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, പെരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M ബാലകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ.